ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഈ അധ്യായത്തിലെ 8 മുതൽ 12 വരെയുള്ള 5 ശ്ലോകങ്ങളിലായി നാം പഠിച്ചത് ജ്ഞാനലബ്ധിക്ക് സഹായകങ്ങളായ സാധനകളെക്കുറിച്ചായിരുന്നു. ഇനി ജ്ഞേയവസ്തുവായ പരമാത്മാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു. ജ്ഞേയവസ്തു എന്നാൽ അറിയപ്പെടേണ്ട വസ്തു. ഇതിനു മുമ്പ് വിവരിച്ച ജ്ഞാനസാധനകളെ കൊണ്ട് എന്താണോ അറിയേണ്ടത് അതാണ് ജ്ഞേയവസ്തു. നമുക്ക് 13-ാം ശ്ലോകം മുതൽ നോക്കാം. 13-ാമത്തെ ശ്ലോകം. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസദുച്യതേ. യത് യാതൊന്നിനെ ജ്ഞാത്വാ അറിഞ്ഞിട്ട് അമൃതം മോക്ഷത്തെ അശ്നുതേ അനുഭവിക്കുന്നു ജ്ഞേയം അറിയേണ്ടതായ തത് അതിനെ പ്രവക്ഷ്യാമി ഞാൻ പ്രവചിക്കാം അല്ലെങ്കിൽ ഞാൻ പറയാം പരം പരമമായ തത് ബ്രഹ്മ ആ ബ്രഹ്മം അനാദിമത് ആദിയുള്ളതല്ല തത് അത് സത്ത് സത്തെന്നും അസത് ച അസത്തെന്നും ന ഉച്യതേ പറയപ്പെടുന്നില്ല. യാതൊന്നറിഞ്ഞാൽ അമൃതത്വം ലഭിക്കുന്നുവോ അറിയേണ്ടതായ അതിനെ ഞാൻ പറഞ്ഞു തരാം. പരമമായ ബ്രഹ്മം അനാദിയാകുന്നു. അതിനെ സത്തെന്നോ അസത്തെന്നോ പറഞ്ഞുകൂടാ. അർജുന, ക്ഷേത്രം അഥവാ ശരീരം, ജ്ഞാനസാധനം ഇതെല്ലാം നിനക്ക് മനസ്സിലായല്ലോ. ഇനി അറിയേണ്ടത് ക്ഷേത്രജ്ഞനെക്കുറിച്ചാണ്. ക്ഷേത്രജ്ഞനെ അറിഞ്ഞാൽ മോക്ഷമായി. മരണം ദേഹധർമ്മമാണ്, ആത്മാവ് അനശ്വരമാണ്. എങ്കിലും നാം നശ്വരമായ ദേഹത്തിൽ അഭിമാനിക്കുന്നതിനാൽ ദേഹധർമ്മമായ മരണം എൻ്റേതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഈ അജ്ഞാനം നീങ്ങിയാൽ ഞാൻ മരണത്തിന് വിധേയനല്ലെന്നും 3 കാലങ്ങളിലും നാശമില്ലാത്ത ആത്മാവാണെന്നും സാധകന് മനസ്സിലാകും. ആത്മസാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം. അതുതന്നെയാണ് അമൃതത്വം. അനാദിമത് പരബ്രഹ്മം, ആദിയില്ലാത്തതാണ് പരബ്രഹ്മം. ഇവിടെ ഉണ്ടാവുന്ന എല്ലാ വസ്തുക്കൾക്കും ആധാരമായി നിൽക്കുന്നത് ഇവിടെ എന്നും ഉള്ള ഒന്നായിരിക്കണം. ഉണ്ടായവ ഇന്ന സമയത്തുണ്ടായി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനൊരു തുടക്കമുണ്ട് എന്നർത്ഥം. എന്നാൽ അതിന് ആധാരമായ സത്യവസ്തു ഉണ്ടായവയുടെ കൂട്ടത്തിൽ പെടില്ല. അതുകൊണ്ട് അതിനെ ആദിയില്ലാത്തത്, തുടക്കമില്ലാത്തത് എന്നൊക്കെ പറയുന്നു. അതിനെ സത്തെന്നോ അസത്തെന്നോ പറയാനാവില്ല. പരമ്പൊരുളിനെ ഒരു ദൃശ്യവസ്തുവായി കാണാനും കഴിയില്ല. അത് എല്ലാവരിലും സാക്ഷി ചൈതന്യമായി, ദൃഷ്ടാവായി അഥവാ എല്ലാം കാണുന്നവനായി വർത്തിക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് അതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാണുന്നതെല്ലാം ദൃശ്യങ്ങളാണ്. എന്നാൽ ആ സത്യവസ്തു ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് അറിയാൻ കഴിയുന്നതുമല്ല. അതിനാൽ അതിനെ സത്ത്, ഉള്ളത് എന്നുപോലും നമുക്ക് പറയാൻ കഴിവില്ല. എന്നാൽ പരമാത്മാവിനെ അസത്ത്, ഇല്ലാത്തത് എന്ന് പറയാനാവുമോ? അതും വയ്യ. കാരണം അതാണ് ഇക്കാണുന്ന ജഗത്തായി പ്രതിഭാസിക്കുന്നത്. അതിനാൽ സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റാത്ത ഒരേ ഒരു സത്യവസ്തുവാണ് നിർഗുണബ്രഹ്മം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശുദ്ധശൂന്യമാണെന്നും ധരിക്കരുത്. കാരണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 14-ാമത്തെ ശ്ലോകം നോക്കാം. സർവദ പാണിപാദം ദത് സർവദോക്ഷിശിരോമുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. തത് അത്, അതായത് ബ്രഹ്മം, സർവദ എല്ലായിടത്തും, പാണിപാദം കയ്യും കാലും ഉള്ളതായി, സർവദ എല്ലായിടത്തും, അക്ഷി ശിരോ മുഖം കണ്ണും തലയും മുഖവും ഉള്ളതായി, സർവദ എല്ലായിടത്തും, ശ്രുതിമത് ചെവിയുള്ളതായി, ലോകേ ലോകത്ത്, സർവം എല്ലാറ്റിനെയും, ആവൃത്യ മറച്ചിട്ട്, തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു.
എല്ലാ ദിക്കിലും കൈകാലുകളോടും എല്ലായിടത്തും കണ്ണ്, തല, വായ്, മുഖം ഇവയോടും സർവത്ര ചെവികളോടും കൂടിയ അത് ബ്രഹ്മം എല്ലാറ്റിനെയും വ്യാപിച്ചും ആവരണം ചെയ്തുകൊണ്ടും സ്ഥിതി ചെയ്യുന്നു. ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കും? അയാൾക്ക് അറിയാവുന്ന ഒന്നിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിനെ വിവരിച്ചു കൊടുത്താൽ അയാൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ഇവിടെയും ബ്രഹ്മത്തെ വിശദീകരിക്കുന്നത്. അജ്ഞാത സത്യമായ അതിനെ ജ്ഞാത വസ്തുക്കളുടെ, അതായത് അറിയപ്പെടുന്ന വസ്തുക്കളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലായിടത്തും കയ്യും കാലും ചെവിയും കണ്ണും തലയും മുഖവും ഉള്ളത് എന്ന് വർണ്ണിക്കുമ്പോൾ ബ്രഹ്മത്തിന് കണ്ണും മൂക്കും ഉണ്ടെന്നല്ല ധരിക്കേണ്ടത്. മറിച്ച് എവിടെയും ആരുടെയും ഇപ്പറയുന്ന ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ പ്രഭാവത്താൽ, ആത്മപ്രഭാവത്താൽ ആണെന്ന് മനസ്സിലാക്കണം. ഇവയെല്ലാം തന്നെ സ്വതവേ ജഡങ്ങളാണ്. എന്നാൽ അവ പ്രവർത്തിക്കുന്നത്, സചേതനങ്ങളാകുന്നത് അതിൽ ചേതനയായി വർത്തിക്കുന്ന പരമാത്മാവ് മൂലമാണ്. ചരാചരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. കരണങ്ങൾ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ആത്മസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കരണങ്ങളില്ലാത്തിടത്ത് പരമാത്മാവില്ല എന്ന് ധരിക്കണോ? അല്ല. അത് എല്ലാറ്റിനെയും ആവരണം ചെയ്തുകൊണ്ട് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. വീണ്ടും പ്രകൃതം തുടരുന്നു 15-ാം ശ്ലോകത്തിൽ. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. തത് അത്, അതായത് ക്ഷേത്രജ്ഞൻ, സർവേന്ദ്രിയ ഗുണാഭാസം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളായി പ്രകാശിക്കുന്നതും സർവേന്ദ്രിയ വിവർജിതം ഇന്ദ്രിയങ്ങളെല്ലാം ഒഴിഞ്ഞതും, അതായത് ഇന്ദ്രിയങ്ങൾ ഒന്നും ഇല്ലാത്തതും, അസക്തം ഒന്നിനോടും ബന്ധമില്ലാത്തതും, സർവഭൃത് സകലതിനെയും ഭരിക്കുന്നതും, നിർഗുണം ഗുണരഹിതവും, ഗുണഭോക്താച ഏവ ഗുണഭോക്താവും തന്നെയാകുന്നു. അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും എന്നാൽ ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതും, ഒന്നിനോടും ചേരാത്തതും എന്നാൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നതും, ഗുണങ്ങളൊന്നുമില്ലാത്തതും എന്നാൽ ഗുണങ്ങളെയൊക്കെ അനുഭവിക്കുന്നതുമാകുന്നു. ഇന്ന പ്രകാരത്തിലുള്ളതാണ് എന്ന് നിർദ്ദേശിക്കാനാവാത്ത പരമ്പൊരുളിനെ പരസ്പര വിരുദ്ധങ്ങൾ എന്ന് തോന്നുന്ന പ്രസ്താവനകളിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും അതേസമയം എല്ലാ ഇന്ദ്രിയങ്ങളെയും വിട്ടുനിൽക്കുന്നതും, സ്വതേ ജഡമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ ഗ്രഹിക്കാൻ കഴിവ് കിട്ടുന്നത് ചൈതന്യസ്വരൂപിയായ ആത്മാവിൻ്റെ ചേർച്ച കൊണ്ടാണ്. എന്നാൽ ആത്മാവിന് ഇന്ദ്രിയങ്ങൾ ഒന്നുമില്ലതാനും. ഉദാഹരണം പറഞ്ഞാൽ വൈദ്യുതി ബൾബിലൂടെ പ്രകാശമായും ഹീറ്ററിലൂടെ ചൂടായും പ്രകടമാവുന്നു. എന്നാൽ വൈദ്യുതി പ്രകാശമല്ല, ചൂടുമല്ല. ഇനി അടുത്തതായി പറയുന്നു, അത് ഒന്നിനോടും ചേരാത്തതും എന്നാൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നതുമാണ് എന്ന്. ഒരു തരം ബന്ധമില്ലാ ബന്ധം. ഒരു ഉദാഹരണം നോക്കിയാൽ വസ്ത്രത്തിൽ പഞ്ഞി അഥവാ കോട്ടൺ ഉണ്ട്. എന്നാൽ വസ്ത്രം പഞ്ഞിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതേസമയം വസ്ത്രത്തെ താങ്ങി നിർത്തുന്നത് പഞ്ഞിയാണ്. അതുപോലെ ഈ ജഗത്ത് പരമാത്മാവല്ല, എന്നാൽ ജഗത്തിനെ താങ്ങി നിർത്തുന്നത് പരമാത്മാവാണ്. വീണ്ടും പറയുന്നു, അത് ഗുണങ്ങളില്ലാത്തതും എന്നാൽ ഗുണങ്ങളെയൊക്കെ അനുഭവിക്കുന്നതുമാണ്. സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ചാണ് മനസ്സിൻ്റെ ചേഷ്ടകളും അനുഭവങ്ങളും. എന്നാൽ അവ പ്രകടമാവണമെങ്കിൽ ആത്മസാന്നിധ്യം വേണം. സ്വതേ നിർഗുണനാണ് പരമാത്മാവ്. എന്നാൽ അത് ജീവനായി ഭവിക്കുമ്പോൾ ഗുണങ്ങളെ അനുഭവിക്കുന്നു. കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനിയായി ജീവഭാവത്തിലിരുന്നു കൊണ്ട് ഗുണങ്ങളുടെ ഭോക്താവായി മാറുന്നു. എന്നാൽ ആ അഭിമാനം വിടുമ്പോഴോ നിർഗുണമായ സ്വസ്വരൂപത്തിൽ വിരാജിക്കുകയും ചെയ്യുന്നു. ഇനി 16-ാമത്തെ ശ്ലോകം. ബഹിരന്തശ്ച ഭൂതാനാം
അചരം ചരമേവ ച സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. തത് അത്, അതായത് ക്ഷേത്രജ്ഞൻ, ഭൂതാനാം ഭൂതങ്ങളുടെ, ബഹിഹി പുറത്തും, അന്തഃ ച അകത്തുമുണ്ട്, അചരം സ്ഥാവരവും, ചരം ച ജംഗമവും, തതയേവ അത് തന്നെ, സൂക്ഷ്മത്വാത് സൂക്ഷ്മത്വം ഹേതുവായിട്ട്, തത് അവിജ്ഞേയം അത് അറിയപ്പെടാവുന്നതല്ല, തത് അത് ദൂരസ്ഥം ദൂരെയുള്ളതും, അന്തികേച്ച അടുക്കൽ ഉള്ളതുമാകുന്നു. വീണ്ടും ബ്രഹ്മത്തിൻ്റെ പ്രകൃതമാണ് തുടരുന്നത്. അത്, അതായത് ബ്രഹ്മം, ഭൂതങ്ങളുടെ പുറത്തും അകത്തും ഉണ്ട്, സ്ഥാവരവും ജംഗമവും അതുതന്നെയാണ്, സൂക്ഷ്മമാകയാൽ അതിനെ അറിയാൻ പറ്റില്ല, അത് അങ്ങ് ദൂരെയുണ്ട്, ഇങ്ങ് ഇവിടെയുമുണ്ട്. എല്ലാ ജീവികളുടെയും ശരീരം പ്രവർത്തിക്കുന്നത് പരമാത്മപ്രഭാവത്താലാണ്. ശരീരമില്ലാത്തിടത്ത് അത് അവ്യക്തഭാവത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. ചരവും അചരവുമായത്, സചേതനവും അചേതനവുമായത് എല്ലാം പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അതിനെ നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല, അറിയുന്നില്ല? കാരണം അത് അത്യന്തം സൂക്ഷ്മമാണ്. സ്ഥൂല വസ്തുക്കളെ നമുക്ക് എളുപ്പം ഗ്രഹിക്കാം. പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥൂലമായത് ഭൂമിയാണ്. ഈ ഭൂമിയെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. മണക്കാം, രുചിക്കാം, കാണാം, തൊടാം, കേൾക്കാം. എന്നാൽ വെള്ളത്തിന് ഗന്ധമില്ല, മണക്കാനാവില്ല. അഗ്നിയെ രുചിക്കാനാവില്ല. വായുവിനെ ആകട്ടെ കാണാനാവില്ല, രുചിക്കാനും ആവില്ല. ആകാശത്തെ തൊടാനോ മണക്കാനോ രുചിക്കാനോ ഒന്നുമാവില്ല. എന്നാൽ ഇവയ്ക്കെല്ലാം കാരണമായി വർത്തിക്കുന്ന പരമാത്മാവ് ഇവയേക്കാളൊക്കെ സൂക്ഷ്മമാണ്. സ്ഥൂലകരണങ്ങളായ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടൊന്നും അതിനെ അറിയാനാവില്ല. പിന്നീട് പറയുന്നത് ദൂരത്തും സമീപത്തും അതുണ്ട് എന്നാണ്. ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്ന ആളും ആ വസ്തുവും തമ്മിലുള്ള അകലം നോക്കിയാണ് ആ വസ്തു ദൂരത്താണോ അതോ അയാളുടെ അടുത്താണോ എന്ന് നാം പറയുന്നത്. നാമരൂപാത്മകമായ ഈ ജഗത്തിന് അതീതനാകയാൽ ബ്രഹ്മം ദൂരസ്ഥനാണ് എന്ന് പറയാം. എന്നാൽ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നതിനാൽ സമീപസ്ഥനാണ് ഈശ്വരൻ എന്നും പറയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അജ്ഞാനികൾക്ക് സഹസ്രകോടി വർഷങ്ങളെ കൊണ്ടും അപ്രാപ്യമായ ഒന്നാണ് ബ്രഹ്മം. ജ്ഞാനപരിധിയിൽ നിന്നും വളരെ വളരെ ദൂരെയാണ്. എന്നാൽ ജ്ഞാനികൾക്കാകട്ടെ അത് അരികത്ത് തന്നെയുള്ളതാണ്. എന്തെന്നാൽ ജ്ഞാനികൾ അറിയുന്നു അത് സ്വന്തം ആത്മാവ് തന്നെയാണ്, അത് താൻ തന്നെയാണ്, അത് സ്വസ്വരൂപം തന്നെയാണ്. ഹരി ഓം.